തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അവസാനഘട്ടം പ്രചാരണം കൊടുമ്പിരി കൊള്ളുമ്പോൾ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡ് എടാക്കലിൽ വാശിയേറിയ ത്രികോണ മത്സരം. പഞ്ചായത്ത് മുസ്ലിം ലീഗ് മുൻ പ്രസിഡന്റും നിലവിൽ വാർഡ് സെക്രട്ടറിയുമായ മുഹമ്മദ് അലി എന്ന മാനുപ്പ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നതാണ് വാർഡിലെ മത്സരം കടുത്തത്. പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് മുഹമ്മദ് അലി കുട ചിഹ്നത്തിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ ലീഗ് വിമതനായി മത്സരിച്ച സി മുഹമ്മദ് ഫൈസലാണ് ഇവിടെ UDF സ്ഥാനാർത്ഥിയായി കോണി ചിഹ്നത്തിൽ മത്സരരംഗത്തുള്ളത്. LDFനായി CK മുഹമ്മദ് അലിയും മത്സരിക്കാനിറങ്ങുമ്പോൾ വാർഡിൽ ശക്തമായ മത്സരം ഉറപ്പായി. 30 വർഷക്കാലമായി താൻ പാർട്ടിക്ക് വേണ്ടി വാർഡിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ആ ജനപിന്തുണ തനിക്ക് ലഭിക്കുമെന്നും മാനുപ്പ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. തന്റെ കൂടെ വാർഡിലെ ഉറച്ച ലീഗ് പാർട്ടി അനുഭാവികൾ ഉണ്ടെന്നും വോട്ടെണ്ണുമ്പോൾ വിജയം ഉറപ്പായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി, മുസ്ലിം ലീഗ് ഔദ്യോഗിക ചിഹ്നം കൊടുത്ത് നിർത്തിയ സ്ഥാനാർത്ഥി 6 വർഷത്തിന് സാധിക്കരുത് ഞങ്ങൾ പുറത്താക്കിയതാണ്. 1 വർഷം ഇനി ബാക്കി നിൽക്കുകയാണ്. അതിലിടക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, പാർട്ടിയിൽ വന്നിട്ടില്ല. ഇത് ഇവർ പാർട്ടി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് കമ്മിറ്റി അവർക്ക് താല്പര്യങ്ങളാണ്. പാർട്ടി നിലനിൽക്കണോ വേറൊന്നുമില്ല. ഇവിടെ അടാക്ക വന്ന് കോണിയുടെ മത് പറയണു. 5 വർഷം മുന്നേ ഇവരെ കയ്യിലാ കോണി ഉണ്ടാകുന്നോ? കോണിന്റെ കയ്യിലായിരുന്നു. ഞാനല്ല, ഞാൻ നേതൃത്വം കൊടുത്തിരുന്ന മുസ്ലിം ലീഗിന്റെ കയ്യിലായിരുന്നു കോണി. അന്ന് ഇവർക്ക് കോണി ഇവിടുന്ന് അഴിച്ചു കെട്ടിയിട്ട് പോലും മറ്റേ ജനകീയ മുന്നണി എന്ന് പറഞ്ഞിട്ട് ഒരു തട്ടിക്കൂട്ട് മുന്നണി ഉണ്ടാക്കിയിട്ട് കോണിയും പച്ചക്കൊടിയൊക്കെ പാടെ റോട്ടിൽ കൂടെ അലക്കുന്ന ആളുകളാണ് അവര്. അന്നും ഇതാ ഈ കാരണന്മാരാണ് ഈ കോണിനെയും പറ്റി സംരക്ഷിക്കുന്നത്. കോണി പെണ്ണാട് ആളുകൾ ചോദിക്കുന്നു എന്തുകൊണ്ട് കോണി ഇട്ടിയതാണ്. കോണിന്റെ ഹൃദയത്തിലാണ്. ഇപ്പൊ കൊടയാണ് എന്റെ കയ്യിലുള്ളത്. ജയിച്ച് 5 വർഷം ജനങ്ങൾക്ക് തണൽ കൊടുക്കാനുള്ളതാണ് ഈ കൊട. കോണിന്റെ ഹൃദയത്തിലുണ്ട്, മുസ്ലിം ലീഗിന്റെ ഹൃദയത്തിൽ. ഒരിക്കലും ഞാൻ പാർട്ടിക്കെതിരല്ല. എനിക്ക് ഒരു മോഹഭംഗത്തിന്റെ പേരിൽ മത്സരിക്കുമല്ല. ഇതൊരു പ്രതിഷേധമാണ്. ഇവിടെ കോണിന്റെ മതി പറഞ്ഞ് നടക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്ത് കമ്മിറ്റി പാണക്കാട്ടിൽ നിന്ന് പൂക്കോയത്തങ്ങൾ കൈമാറിയ കോണിയാണ് അത് മറക്കിയതെന്ന് പറയുന്നത്. ഇനി ഒരൊറ്റ ചോദ്യമാണ്, എന്തുകൊണ്ട് ആലിപ്പറമ്പ് പഞ്ചായത്തിൽ മറ്റു വാർഡുകളിൽ ഇവര് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്ക് ജീപ്പും കൊടയും പടിയൊക്കെ കൊടുക്കണം? എന്താണ് അവിടെ പാണക്കാട് തങ്ങൾ കൊടുത്ത കോണില്ലേ? അതോ ഈ എടാക്ക മാത്രമേ ഉള്ളൂ? എടാക്കൽക്ക് മാത്രമാണോ പാണക്കാട് തങ്ങൾ കോണി തന്നിട്ടുള്ളത്? അവിടെ എന്താണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ വാർഡിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ജീപ്പ് ചിഹ്നത്തിലാണ്. ഏത് തങ്ങളാണ് ജീപ്പ് കൊടുത്തിട്ടുള്ളത്? അത് അവർ വ്യക്തമാക്കട്ടെ. ഇവിടെ എടാക വന്നിട്ട് ഈ കോണിയുടെ മത് ഇങ്ങനെ പറയാം. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും. മുസ്ലിം ലീഗ് പ്രവർത്തകര്, UDF പ്രവർത്തകര് ഇതിന്റെ പിന്നാലുണ്ട്. അത് വോട്ടായി മാറും ചെയ്യും, അത് ജയിക്കും ചെയ്യും. ഈ പ്രസ്ഥാനത്തിന് എടായ്ക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവരെല്ലാരും കൂടെ കഠിന അധ്വാനം ചെയ്തിട്ട് ഇവരിന്റെ കൂടെ ഉണ്ട്. നിലവിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പാണക്കാട് തങ്ങൾ പുറത്താക്കിയയാളെയാണ് ലീഗ് സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നിട്ടുള്ളത്. ഇതെല്ലാം ലീഗിലെ ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണെന്നും മുഹമ്മദ് അലി പറഞ്ഞു. ഈ 10 വർഷത്തിന്റെ അടിയിൽ എന്തെല്ലാം ഇവിടെ കാട്ടിക്കൂട്ടിയുള്ളവര്. ബഹുമാനനായ അഖിലേന്ത്യാ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ് എടായ്ക്ക ഭാഗത്തു കൂടെ മൂപ്പര ഇലക്ഷന് പ്രചരണത്തിന് വന്നപ്പോ നടുറോട്ടിലിട്ട് മൂപ്പര അപമാനിച്ചതിന് സസ്പെൻഷൻ വാങ്ങിയ ടീമാണ് ഇവര്. അതിന്റെ പുറത്ത് നജീബ് സാഹിബ് പെരിന്തൽമണ്ണയിൽ വന്നിട്ട് എങ്ങനെയാലും തന്നെ എല്ലാ ജനങ്ങൾക്കും ഒരു ഇതിലൊരാളാണ് വന്നത്. 38 വോട്ട് കൊണ്ടാണെങ്കിലും ശരി, മൂപ്പര് 38,000 തളക്കം മൂപ്പര് തിളങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തെ പോയി ഇതേ തൊട്ടടുത്ത് ഇവിടുന്ന് ഒരു 500 മീറ്റർ ഇല്ല, ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉദ്ഘാടനത്തിന് വന്നപ്പോ അദ്ദേഹത്തെ പോലും തെറി വിളിച്ച് അപമാനിച്ച് ഇത് പിടിച്ചിട്ട് ഫ്ലക്സ് ബോർഡ് പിടിച്ചിട്ട് കൂക്കി വിളിച്ചിട്ട് കുമ്മനടിച്ചു പറഞ്ഞു. അത് വിവരമില്ലാത്തോണ്ട് പറയാണ്. കാരണം എന്താ അറിയോ, ഇപ്പൊ ഒരു ഭരണസമിതി പാസ്സാക്കിയ കാര്യങ്ങൾ ഉണ്ടാവും. അടുത്ത ഭരണസമിതിയാണ് അത് ഉദ്ഘാടനത്തിനും കാര്യങ്ങൾക്കും വരിക. ഈ ഭരണസമിതിക്ക് ചിലപ്പോൾ ആരും പോയിട്ടുണ്ടാവില്ല. അരിക്കാക്ക അന്ന് ഫണ്ട് അനുവദിച്ചു, ശരിയാണ്. അലിക്കാക്ക ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അലിക്കാക്ക ഇവിടുത്തെ MLA അലിക്കാക്ക മാറിയില്ലേ? ഇവിടെ MLA നജീബ് സാഹിബാണ് പിന്നെ ഉള്ളത്. ഇതാ തൊട്ടടുത്ത വികസനം കൊണ്ട് വിപ്ലവം തീർത്ത ആളാണ് മുബാർക്ക് സാഹിബ്. അദ്ദേഹം ഈ ഫണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഈ ഗ്രൗണ്ടിലേക്ക് ഇനി നജീബ് സാഹിബിന്റെ ഒക്കെ എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് കരുതിയിട്ട് മൂപ്പരെ കൊടുന്നപ്പോ അത് കുമ്മനടിച്ചു. അത് പറഞ്ഞു പാച്ച തെറി വിളിച്ചിട്ട് മൂപ്പരെ അപമാനിച്ചു വിട്ട ടീമാണിത്. പക്ഷെ അവരൊക്കെ വല്ല പിന്നാലെ കേട്ടോ, അതൊക്കെ മറന്നിക്കാണോ അതോ ഇനി മനസ്സിൽ വെച്ച് നടക്കാൻ എനിക്കറിയില്ല. പക്ഷെ ജനങ്ങൾ മറന്നിട്ടില്ല. ഇതൊക്കെ ജനങ്ങൾ ഈ വാഴങ്കടിയിലല്ലത്, വാഴങ്കട പ്രദേശത്തിലെ യുവാക്കൾക്ക് അത് നന്നായിട്ട് അറിയാതെ.
ഇതൊക്കെ 13-ാം തീയതി വോട്ടായി മാറും. ഞാൻ ജയിക്കും. പരിപൂർണ വിശ്വാസം എനിക്കുണ്ട്. CCN പെരിന്തൽമണ്ണ.